ഹായ് അൺഓർഡിനറി യു കെ മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ അനാലിസിസ് അറിയുന്ന പോലെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മൾ ഇമിഗ്രേഷൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എമർജൻസി റൂം, അതായത് അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. ER എന്ന് അവർ ഷോർട്ടാക്കി പറയുമായിരുന്നു. അമേരിക്കൻ ടെലിവിഷനിൽ ഒരുപാട് നാൾ ഓടിയ ഒരു സീരീസാണ്. അപ്പം ഇതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് എയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും കൂടി ഇരുന്നൊന്ന് ആ സീരീസിൻ്റെ അതൊന്ന് കണ്ടു. ആ എപ്പിസോഡ് ഒന്ന് കണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആ ഒരു മൊത്തം സീരീസിനകത്ത് ഒരു ഇന്ത്യൻ ഡോക്ടർ ഇല്ല എന്നുള്ള കാര്യം. അപ്പം എല്ലാവരും പറഞ്ഞു, ഒരു ഇന്ത്യൻ ഡോക്ടർ ഇല്ലാതെ അമേരിക്കയിൽ എങ്ങനെ എമർജൻസി റൂം വർക്കൗട്ട് ആവും? അതായത് ഒരു സീരീസ് ആണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ഒരു 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 ക്രെഡിബിലിറ്റി വേണമല്ലോ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടൻ പറയാനുള്ള പോലെ ഒരു മേക്ക് ബിലീഫ് ആണല്ലോ. അപ്പോൾ അതിന് പറ്റിയ കാസ്റ്റും കാര്യങ്ങളും വന്നെങ്കിൽ അത് ഭംഗിയാവുള്ളൂ. അതിന് ആ ഒരു സീരീസിന് ഒരു ക്രെഡിബിലിറ്റി വരത്തുള്ളൂ. ആ കാസ്റ്റുകൾക്കൊരു ക്രെഡിബിലിറ്റി വരത്തുള്ളൂ. അപ്പം യാതൊരു മാച്ചും ഇല്ലാത്ത രീതിയിലുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ സീരീസിനെ ബാധിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റണം, ഇതിനകത്തൊരു ഇന്ത്യൻ ഡോക്ടറെ ഒരു കാസ്റ്റ് വരണം, അതുണ്ടെങ്കിൽ ഇത് നന്നാവുള്ളൂ. അങ്ങനെ ഇതൊരു ലേറ്റ് 90s മറ്റാണ് ഈ സീരീസ് എയർ ചെയ്യുന്നത്. അങ്ങനെ അത് മാറ്റി അതിനകത്തൊരു ഇന്ത്യൻ ഡോക്ടർ ആഡ് ചെയ്ത്, അങ്ങനെ എനിക്ക് തോന്നുന്നൊരു പരമീന്ദർ നാഗ്രാം എന്ന മറ്റേ പറഞ്ഞിട്ടൊരു സ്ത്രീയാണ് അത് ചെയ്യുന്നത്. അത് UK കാരിയാണെന്നുള്ള അതിൻ്റെ അറിവ് കേട്ടോ. ലെസ്റ്ററിലെ മറ്റോ ആണ് പുള്ളിക്കാരി. ബെൻഡ് ഇറ്റ് ലൈക്ക് എ ബെക്കാം എന്നുള്ളൊരു മൂവിക്കകത്തും പുള്ളിക്കാരി ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈവൻ ആ സീരീസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ജീവിതത്തിൻ്റെ പല മേഖലകളായിക്കോട്ടെ, ഏത് രംഗങ്ങളായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ കലാരംഗമായിക്കോട്ടെ, ഏത് മേഖലകളിലും ഇപ്പം ഒരു വിദേശ രാജ്യമാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള നമ്മുടെ പോലെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുകളുടെ പാർട്ടിസിപ്പേഷൻ അങ്ങനെ കണ്ണടച്ചില്ലാതാക്കാൻ പറ്റത്തില്ല. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ നമ്മൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക, റെപ്യൂട്ടേഷനോ കാര്യങ്ങളോ അല്ലല്ലോ. എത്രയോ കാലങ്ങളായിട്ട് ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ ഒരു ജീവിതം കെട്ടിപ്പടുത്ത് അങ്ങനെ അല്ലേ ജനറേഷൻസിൻ്റെ കഥകൾ പറയാനുണ്ട് അതിനകത്ത്. അപ്പോൾ ഇമിഗ്രേഷൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മളെ പോലത്തെ ആൾക്കാരുകളൊക്കെ എന്താ പറയുക, പടിക്ക് പുറത്താക്കുവാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടി ആലോചിക്കണം. അതായത് ഇവിടുത്തെ രാജ്യത്തിൻ്റെ എന്ത് കാര്യങ്ങൾക്കും എന്ത് പുരോഗതിക്കും നമ്മളൊക്കെ കൊടുത്തിട്ടുള്ള സംഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യങ്ങളല്ല. ഇനി വരാൻ പോണ തലമുറകളും അങ്ങനെ തന്നെ. ഒരു രാജ്യത്തിനും അതുപോലെ ഈ ഇമിഗ്രേഷൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നെറ്റ് ഇമിഗ്രേഷൻ കൂടുതലാണെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കേട്ടു. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആൾക്കാരും ഇത് തന്നെ എടുത്തിട്ട് പിന്നെയും അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിലെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ പ്രശ്നം, UKയിലെ ശരിയായിട്ടുള്ള പ്രശ്നം നെറ്റ് ഇമിഗ്രേഷൻ തന്നെയാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇതൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണോ, ഇത് നോക്കാം. 2008 മുതൽ തന്നെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അതുവരെ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നൊരു കൺട്രി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇത്രത്തോളം ഇത് വഷളാവുന്നതിന് മുമ്പ് 2008 മുതലാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു എക്കോണമി, ഒരു പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് വളരെ ലോ ആയിരുന്നു. അതുപോലെ തന്നെ 2008 മുതൽ തന്നെ വേജസ് വളരെയധികം കുറവായിരുന്നു. അവിടുന്ന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഈ അടുത്ത കാലത്തേക്കാണ് വേജസിൻ്റെ കാര്യത്തിൽ പിന്നെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഞങ്ങൾ 2012 അവിടെ വരുന്നത്. 2012-13 കാലഘട്ടങ്ങളിൽ മിനിമം വേജസ് 6 പൗണ്ട് തികച്ചില്ല. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വ്യത്യാസം വന്നില്ല. ഇപ്പോൾ അത് 12-12.5 പൗണ്ടിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മിനിമം വേജസ്. അപ്പോൾ അതായത് ഈ ചുരുങ്ങിയ കുറച്ച് കാലഘട്ടത്തിനിടയ്ക്കാണ് ഇത്രയും ഗ്രോത്ത് വന്നത്. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു കാര്യമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാറില്ല 2008 മുതൽ തന്നെ. അപ്പോൾ അതൊരു ലോങ് ടൈമിൽ ഒരു കൺട്രീനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ.
ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാരണം കൊണ്ട് ഇവിടുത്തെ ടെക്നിക്കൽ സ്കിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പുറകോട്ട് പോയി ഒരു ഓവർ ദ ടൈമിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സും മോശമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ ഭൂതം പിന്നെ വരുന്നത്. അപ്പോൾ അതിന് റെഫറൻഡം നടത്തി ഒരുപാട് ആൾക്കാർ അതിന് അനുകൂലമായിട്ട് പറഞ്ഞു, കുറേ ആൾക്കാർ പ്രതികൂലമായിട്ട് പറഞ്ഞു. അതങ്ങനെ കുറേ സമയം അതിനുവേണ്ടി ആ ഒരു സിസ്റ്റം തന്നെ അതിനുവേണ്ടി ഒരുപാട് എന്താ പറയുക, ഇത് ഹോൾ സിസ്റ്റം ഡെഡിക്കേറ്റ് ചെയ്തത് ബ്രെക്സിറ്റിൻ്റെ കാര്യങ്ങൾക്കായിരുന്നു. നമ്മൾ ബ്രെക്സിറ്റ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടാവില്ല, അതിന് അത്രയധികം ഫണ്ട് ആവശ്യമായിരുന്നൊരു റെഫറൻഡമായിരുന്നു അത്. അപ്പം ഇപ്പം എന്നിട്ട് എന്തുണ്ടായി, വീണ്ടും തിരിച്ചുപോക്കിലേക്കാണ് നിൽക്കുന്നത്. ആ ബ്രെക്സിറ്റ് കൊണ്ട് ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആ ബ്രെക്സിറ്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. അത് ഇപ്പോൾ നമുക്കറിയാലോ, യൂറോപ്യൻ യൂണിയനിൽ പെട്ട സ്ഥലങ്ങളിൽ നിന്നായിരുന്നു അധികം പർച്ചേസും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത്. ഇവരുടെ പ്രൊഡക്ട്സ് പോയിക്കൊണ്ടിരുന്നതും ആ മാർക്കറ്റിലോട്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു എന്താ പറയുക, റീപ്ലേസ് ചെയ്യാനുള്ള രീതിയിലുള്ള വേറൊരു കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ അത് വന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആവേശത്തിന് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ പെട്ട ആൾക്കാരൊക്കെ അവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നടന്നതല്ലാതെ ഇതിൻ്റെ ഒരു എന്താ പറയുക, കോറായിട്ടുള്ള ബാക്കിയുള്ള പല കാര്യങ്ങളും ഇവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം വന്നുകൊണ്ടിരുന്നു. ഇക്കണമി ആ മാതിരി മോശമായി. ഇവർക്ക് കണ്ടമാനം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പല മേഖലകളിലും. സാധനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുവരണ്ടേ, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ബ്രെക്സിറ്റിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് കിട്ടാതായപ്പോൾ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി അത് എക്സ്പെൻസീവ് ആവും. അത് ഇവിടുത്തെ മാർക്കറ്റിനെ നന്നായിട്ട് ബാധിച്ചു. നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനിടയ്ക്ക് ഉക്രൈൻ റഷ്യ വാറും വന്നു. അപ്പോൾ പിന്നെ കൂനമ്മേ കുരുന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. ഏതൊരു രാജ്യത്തിൻ്റെയും ഇക്കോണമിയുടെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺസിൻ്റെ മുകളിലാണല്ലോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, നഷ്ടത്തിലല്ലേ കലാശിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. എന്നാൽ ഇവർക്ക് ഒരുപാട് പുറത്ത് സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയിരുന്ന മാർക്കറ്റായിരുന്ന ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനും മറ്റും ബ്രെക്സിറ്റോട് കൂടി ഇവർക്ക് ഇല്ലാതായപ്പോൾ ആ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള സംഭവം അതോടെ നിന്നു. ഇവിടുന്ന് പല കമ്പനികളും തിരിച്ച് പല യൂറോപ്യൻ യൂണിയനിൽ പെട്ട സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി. കാരണം ഒബ്വിയസ്ലി ഇവിടുത്തെ എന്താ പറയുക, പ്രൊഡക്ഷൻ കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കമ്പനികളും അതിന് നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളണ്ട് പോലത്തെ രാജ്യങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബ്രെക്സിറ്റിന് മുമ്പ്. ഇപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രോത്തിലാണ് ഈ വക കാര്യങ്ങളൊക്കെ. ഒരുപാട് കമ്പനികൾ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ഫാക്ടറികളും മറ്റും തുടങ്ങി അവിടെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രെക്സിറ്റോട് കൂടി ഉണ്ടായ വേറൊരു പ്രശ്നം ലേബർ ഷോർട്ടേജ്. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ചെറിയ തൊഴിലുകളിൽ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബംഗാളികൾ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികൾ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ എല്ലാ ജോലികൾക്കും ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കൊക്കെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. സ്കിൽഡ് വന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് സ്കിൽഡ് എല്ലാവരും സ്കിൽഡ് വർക്കേഴ്സൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. എങ്കിലും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആ മേഖലയല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള മേഖലകളിലോട്ട് ആൾക്കാർ അവർക്ക് ആവശ്യം വന്നായിരുന്നു ഈ ബ്രെക്സിറ്റിന് ശേഷം. കാരണം ചമ്മാരി ഷോർട്ടേജ് വന്നു. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് തിരിച്ച് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിലോട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ പോലുള്ള മേഖലകളൊക്കെ വളരെയധികം മോശമായി. കാരണം അതിനകത്തൊന്നും ലേബേഴ്സിന് കിട്ടാതായി ഇവർക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്നൊക്കെ ഒരു സമയത്ത് ആൾക്കാർ ആപ്പിൾ പിക്ക് ചെയ്യാനും സ്ട്രോബെറി പിക്ക് ചെയ്യാനും അങ്ങനത്തെ പല ജോലികൾക്കും വന്നുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം എന്നിട്ട് പോലും അവർക്ക് അത് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അമ്മായിട്ടുള്ള ഷോർട്ടേജ് ആയിരുന്നു അഗ്രികൾച്ചറിലും മറ്റും. അപ്പോൾ ഇതൊക്കെ വളരെയധികം മോശമായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. പിന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അതായത് എന്താ പറയുക, രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, 2021 മറ്റാണ് നമ്മുടെ ബോറിസ് ജോൺസൺ ഇവിടെ പ്രൈം മിനിസ്റ്റർ ആവുന്നത്. ബ്രെക്സിറ്റും കാര്യങ്ങളൊക്കെ ശക്തമായി കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. പക്ഷെ അതിനുശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചലഞ്ചസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചലഞ്ചസ് ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറല്ല.
റിസ്കി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. ആൾക്കാരുള്ള ബ്ലെയിം കേൾക്കേണ്ടി വരും. അതായത് ഡേ ടു ഡേ ചലഞ്ചസിൻ്റെ കളിയാണ്. പക്ഷേ അത് ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറല്ല. പുള്ളി വേറെ റിസൈൻ ചെയ്ത് പുള്ളിയുടെ കാര്യം നോക്കി പോയി. കഴിഞ്ഞ് വന്ന ആളാണ് ലിസ് ട്രസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം പുള്ളിക്കാരി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ ലിസ് ട്രസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പായിരുന്നത് ഇപ്പോൾ ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ തന്നെ ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ വരുന്നത് മാർഗരറ്റ് താച്ചറാണ്. അതിനുശേഷം വന്നത് തെരേസ മേ ആണ്. അതിനുശേഷം വന്നത് ഈ പുള്ളിക്കാരിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഈ പുള്ളിക്കാരി വന്നിട്ട് ആകെ 49 ഡേയ്സും മറ്റോ ഇരുന്നുള്ളൂ. പക്ഷെ മോശമൊന്നുമില്ല. 49 ഡേയ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് പോയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു മിനി ബഡ്ജറ്റ്. അപ്പോൾ ആ മിനി ബഡ്ജറ്റൊക്കെ കൊണ്ടുവന്നത് പുള്ളിക്കാരിയാണ്. ഭംഗിയായിട്ടുള്ള ഭരണ നേട്ടം കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോണ്ടി വന്നു. പിന്നീട് വന്നതാണ് ഋഷി സുനക്. അപ്പോൾ ഇന്ത്യക്കാരനല്ലേ, ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ടാവും, ഈ ചലഞ്ചസൊക്കെ കാര്യമായിട്ട് ചെയ്തോളും എന്നൊക്കെ വിചാരിച്ച് പുള്ളീനാക്കി. പുള്ളി നമ്മുടെ അറിയാലോ, നമ്മുടെ ഇൻഫോസിസ് ചെയർമാൻ നാരായണ മൂർത്തിയുടെ മോളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ബിസിനസ് കുടുംബമാണ് പുള്ളിയും. അതുപോലെ തന്നെ അമേരിക്കയിൽ ഹാർവാർഡിലോ മറ്റൊക്കെ പഠിച്ചു വന്ന ആളാണ്. ഒരുമിച്ച് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പല കാര്യങ്ങൾ നോക്കുന്നതിന് കൂടുതൽ സ്വന്തമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ആയിരുന്നു പുള്ളിക്ക് കൂടുതൽ താല്പര്യം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കും കാര്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം കൂടി പറയാൻ വിട്ട് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ് ട്രസിൻ്റെ മിനി ബഡ്ജറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ മിനി ബഡ്ജറ്റിൻ്റെ സമയത്താണ് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ കൂടുതൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് കൊടുക്കണം. അതാണ് ഇവിടുത്തെ രീതി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഇൻകം കിട്ടുന്ന ആൾക്കാരുകളുടെ ടാക്സ് പുള്ളിക്കാരി എന്താ പറയുക തീർത്തും കുറച്ചു. അതായത് 45% മറ്റോ കിട്ടേണ്ടിരുന്നതൊക്കെ ഏതാണ്ട് കട്ട് ചെയ്ത് അവർ തീരെ ഒന്നും അടയ്ക്കേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് മറ്റോ അങ്ങനെ എന്തൊരു പ്രശ്നം പുള്ളിക്കാരുടെ ആ ബഡ്ജറ്റിനകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പ്രതിഷേധത്തിനിടയാക്കിയ കാര്യമായിരുന്നു. അതായത് സാധാരണക്കാർ അവർ കിട്ടുന്ന ഇൻകത്തിന് തക്കതായിട്ടുള്ള ടാക്സ് അടയ്ക്കുമ്പോൾ വലിയ ലാഭം കിട്ടുന്ന ബിസിനസ്സുകൾ ചെയ്യുന്ന പല ആൾക്കാരുകൾക്കും കാര്യമായിട്ടുള്ള ടാക്സ് അടയ്ക്കേണ്ടതല്ലാത്തൊരു സ്ഥിതി വന്നു. അതുപോലെ തന്നെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ വളരെയധികം കൂടി. ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടായി. മോർട്ട്ഗേജ് ഭയങ്കരമായിട്ട് കൂടി. നിങ്ങൾക്ക് അറിയായിരിക്കും ആ സമയത്തൊക്കെയാണ് മോർട്ട്ഗേജ് ഭയങ്കരമായിട്ട് കൂടിയത് ഈ പുള്ളിക്കാരുടെ മിനി ബഡ്ജറ്റിന് ശേഷം. 2.5 2.3 ഒക്കെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റേറ്റ് ഉണ്ടായിരുന്ന ആ സമയത്ത് നിന്ന് ആ ഒരു സ്ഥിതിയിൽ നിന്ന് നേരെ 4.5 5 ഒക്കെ ആയി മാറിയത് ആ കാലഘട്ടത്തിലാണ്. അതിപ്പോൾ വീണ്ടും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്ന് തന്നെ അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വലിയൊരു ബോറോയിങ് നടത്തേണ്ടി വന്നു ഇവർക്ക് ഇൻ ദ ഫോം ഓഫ് ബോണ്ട്. ഒരു 65 ബില്യനോ മറ്റോ, ചെറിയ എമൗണ്ട് ആണല്ലോ. അപ്പോൾ അതൊക്കെ കൂടിയോണ്ടാണ് ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റേറ്റ് അങ്ങനെ ഇവർക്ക് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ആകെ നാശകോശമായിട്ടാണ് പുള്ളിക്കാരി രാജിവെച്ച് പോയത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഋഷി സുനക് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ് ഇവിടുത്തെ വലിയൊരു പ്രശ്നമല്ലേ. ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർന്നുണ്ടോ? ഇപ്പോഴും ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്ത് അതിനു മുമ്പും ഈ ജൂത വിഭാഗം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അത് ആര്യൻ സിദ്ധാന്തം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു ഐഡിയോളജി വന്ന് പിന്നെ അവരെ ഒതുക്കാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത്. ജൂയിഷ് വിഭാഗങ്ങൾ ഒരു സമയത്ത് വളരെയധികം എന്താ പറയുക, ആ ജൂയിഷ് കമ്മ്യൂണിറ്റി വളരെയധികം ഫ്ലറിഷ് ചെയ്ത് വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമില്ല, എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഫ്ലറിഷ് ചെയ്ത് വന്നായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ജർമ്മനിയിൽ ബാക്കിയുള്ള എല്ലാവിധ വിഭാഗങ്ങളും ഉണ്ട്, ക്രിസ്ത്യൻസും ബാക്കിയുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ജൂയിഷ് വിഭാഗത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ വളരെയധികം അവർ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ബിസിനസ്സുകൾ അവരുടെ കയ്യിൽ, ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ബിസിനസ്സുകൾ അവരുടെ കയ്യിൽ. എന്താ പറയുക, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ പോലും ബാക്കിയുള്ള രാജ്യത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇവർ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു രീതി തന്നെ അങ്ങനെയാണ്, അവരിൽ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒതുങ്ങി അങ്ങനെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്.
വേറൊരു മതവിഭാഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരായിട്ടോ കാര്യങ്ങളായിട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നൊരു വിഭാഗമല്ല. അതെനിക്ക് നിലവിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല. അതൊരു അവരൊരു രീതിയായിരിക്കാം, കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം. എങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് ശല്യമൊന്നുമില്ലെങ്കിൽ ഒരു പരിധി വരെ കുഴപ്പമില്ല അല്ലേ? പക്ഷേ ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ അത് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതൊരു കമ്മ്യൂണിറ്റി ആയാലും കുറച്ച് കഴിയുമ്പോൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അവർ നല്ലത് ചെയ്ത് കഴിഞ്ഞാലും ചീത്ത ചെയ്ത് കഴിഞ്ഞാലും അത് ഇവിടുത്തെ നമ്മുടെ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരായാലും, അതായത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങളോ മുസ്ലിം വിഭാഗങ്ങളോ അങ്ങനെ ഏത് വിഭാഗങ്ങളായാലും ഇവിടുത്തെ രീതികളും കാര്യങ്ങളുമായിട്ട്, ഇപ്പോൾ ജർമ്മനിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് അധികം വൈകാതെ തന്നെ ഇതൊക്കെ ഒറ്റപ്പെട്ടു പോകാനും ഇതൊക്കെ ഒരുപാട് എന്താ പറയുക, ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെ കിള്ളിപ്പൊളിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഇവർ വിധേയരാവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചില ഈ പറഞ്ഞ കിള്ളിപ്പൊളിക്കലും പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അത് ഏത് കമ്മ്യൂണിറ്റി ആയാലും നല്ലത് ചെയ്താലും ചീത്ത ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലണ്ടൻ ട്യൂബിനകത്തൊരു പുള്ളിക്കാരി ഭക്ഷണം കഴിച്ചതും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ആ ഭക്ഷണം കഴിക്കുന്ന രീതി ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്തിനാ നോക്കണേന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പം ഗൾഫ് കൺട്രീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു നോമ്പ് സമയത്താണെന്ന് വിചാരിച്ചോ, ഞാൻ പറയുന്നത് ഇതിനകത്തൊക്കെ എക്സെപ്ഷൻ ഉണ്ടാവാം. എങ്കിലും തന്നെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളായിട്ട് ഇത് ഇഴുകിച്ചേർന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് ഫ്രീഡമുള്ള സ്ഥലമാണ്. പെട്ടെന്ന് തന്നെ ഒന്നും ചിലപ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്തൊന്നും വരില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരില്ല. എങ്കിൽ തന്നെയും അത് ഗ്രാജുവലി, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്പോട്ട് ലൈറ്റിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഇതൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് ഇടയാവും. ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ആൾക്കാരുടെ മുമ്പിൽ വെറുതെ എന്താ പറയുക ഇളിഭ്യരാവുന്നൊരു സ്ഥിതിവിശേഷവും വരാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വേണ്ടുന്നൊരു രാജ്യമല്ല. പക്ഷെങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒരു മാന്യതയും ഒരു മര്യാദയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരുന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് നൈഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടോ, ഫോർക്ക് നൈഫ് ഉപയോഗിക്കാൻ പറ്റില്ല, അവർക്ക് റൈസോ മറ്റോ അങ്ങനെ എന്താ കഴിച്ചുകൊണ്ടിരുന്നതാണ്, മിനിമം ഒരു സ്പൂണെങ്കിലും വെച്ചത് കഴിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു. നമ്മളത് അറിഞ്ഞുകൊണ്ടത് ചെയ്തതാണോ എന്ന് സംശയമുണ്ട് എനിക്ക്, ശരിക്കും പറഞ്ഞാൽ. ചുമ്മാ ഒരു ന്യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ. ഇപ്പം മാത്രമല്ല, അങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ പക്ഷേ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവാം, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിപ്പ് അങ്ങനെ മുമ്പ് കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന കാരണം കൊണ്ട് ആണോ ഇതുപോലുള്ള വാർത്തകൾ പെട്ടെന്ന് വന്നതെന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ചില ആഘോഷങ്ങൾ ചില സമയത്ത് അതിര് വിടുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൾക്കാർക്ക് ശല്യം ആയിട്ടുള്ള ആഘോഷങ്ങൾക്ക് കൂടുതൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എല്ലാം വേണം, നമ്മൾ ഇത്തരത്തിലുള്ള ഇവിടുത്തെ കമ്മ്യൂണിറ്റിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറുകൾ നമുക്ക് ഷോ ഓഫ് ചെയ്യാം, നമ്മുടെ പല കാര്യങ്ങളൊക്കെ ചെയ്യാം, എല്ലാം എല്ലാം ആവശ്യമാണ്. എങ്കിലും അതിന് എല്ലാത്തിനും ഒരു ബാലൻസ് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ വരുന്ന എന്ത് കാര്യങ്ങളും ഏതെങ്കിലും ഒരു സമയത്ത് ഇവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും, ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ പൊട്ടി പുറത്തോട്ട് വരും. അതൊക്കെ പിന്നെ വിചാരിക്കാത്ത രീതിയിൽ ആയി തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കൂടുതൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാതും ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്നും പറയുന്നുണ്ടാവില്ല, അവന്മാരൊക്കെ ഉള്ളിൽ കാണും എന്തായാലും. ഇപ്പം നമ്മുടെ നാട്ടിലായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലോട്ടൊന്ന് ആലോചിക്കുക, വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊന്നും ഒരുപാട് പേക്കുത്തലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചാൽ പോലും നമുക്കായാലും തോന്നും ഇവൻ എത്രയധികം വളരാൻ വിടണോ മനസ്സിലായോ. അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും തോന്നാം. അതുപോലൊരു രാജ്യത്തിൻ്റെ എന്താ പറയുക കെട്ടുറപ്പ് എന്നൊക്കെ പറയുന്നത്, അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ അത് വേണ്ടുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാം. ഈ അടുത്ത കാലത്ത്
ഒരു കൊണ്ടുവന്നതാണ് വെയ്പ്പിൻ്റെ ബാൻ. എനിക്ക് തോന്നുന്നു ഒരു ആഴ്ച കണ്ട് കഷ്ടിയായിട്ടുള്ളൂ. ബാൻ കൊണ്ടുവന്നു. അതുപോലെ ആ വെയ്പ്പ് വിറ്റ് കഴിഞ്ഞാൽ 200 പൗണ്ടോ 200 പൗണ്ട് പ്ലസ് മറ്റാണ് അതിൻ്റെ ഫൈൻ വരുന്നത്, അത് പിടിച്ചു കഴിഞ്ഞാൽ. ഈ പറയുന്ന മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ സാധനം ഇപ്പോഴും അവൈലബിളാണ്. ആർക്കും ഒരു പേടിയില്ല, ആരും ഒരു കൂസലില്ലാണ്ട് ഈ സാധനം വെച്ച് വെക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും. ഇനിയിപ്പോൾ അത് പല ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവരത് ഈ വെയ്പ്പ് റീസൈക്കിൾ ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം ഇതെല്ലാം മിക്കവാറും സാധനങ്ങളെല്ലാം അത് ഡിസ്പോസിബിൾ ആണല്ലോ, ആ ഫോമിലുള്ള വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒക്കെ കണക്കൂട്ടി അത് നമ്മുടെ എന്താ പറയുക എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ നോക്കിയിട്ടാണ് അത് ബാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പോഴും കിട്ടും. അപ്പോൾ അതാ ചുമ്മാ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നടപ്പിലാവുണ്ടോ ഇല്ലെന്നുള്ളതും കൂടിയും. അപ്പോൾ അതൊക്കെ ഒരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ. അതെന്താണ് അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാമെന്ന് അറിയുന്നില്ല. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ പുതിയതായിട്ട് പൊന്തി വന്നൊരു കാര്യമായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഹലാൽ ബാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഹലാൽ ബാൻ എന്ന് പറയുന്നത് ഇത് പൊന്തി വരാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്ന ചില കമ്മ്യൂണിറ്റിയുടെ മുകളിലുള്ള ചില കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും വിചാരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഏത് കാര്യത്തിന് രണ്ട് വശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ട് തരത്തിലുള്ള സ്ലോട്ടറിങ് ഉണ്ടെന്നുള്ളതാണ് അറിവ്. ഒന്ന് സ്റ്റണ്ട് ഹലാലും ഒന്ന് നോൺ സ്റ്റണ്ട് ഹലാലും. പിന്നെ കോഷർ എന്ന് പറയുന്ന വേറൊരു ഭാഗം, അത് ജൂയിഷിൻ്റെ അവരുടെ ആ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ലോട്ടറിങ്ങിനാണ് കോഷർ എന്ന് പറയുന്നത്. അപ്പം ഈ നോൺ സ്റ്റണ്ട് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മൃഗത്തിനെ നമ്മൾ ഒരു തരത്തിലുള്ള ബോധം കെടുത്താതെ ചെയ്യുന്ന സ്ലോട്ടറിങ് അതായത് നോൺ സ്റ്റണ്ടാണത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ആ അനിമൽ നിൽക്കുന്നത് ഫ്രഷായിട്ട്, പക്ഷേ വളരെ എന്താ പറയുക ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ഒരു മൈക്രോ സെക്കൻഡ്സോ, അതിനകത്ത് തന്നെ മൃഗം അതായത് കൊല്ലപ്പെടാനുള്ള രീതിയിലുള്ള സ്ലോട്ടറിങ് ആയിരിക്കണം അത് അറിയാൻ പാടില്ല മൃഗം, മനസ്സിലായ? അതായത് കുറച്ചും കൂടിയും ഹ്യൂമൈൻ ആയിട്ടുള്ള രീതി, കുറച്ചും കൂടിയും മാനുഷിക പരിഗണനയുടെ പുറത്തുള്ള സ്ലോട്ടറിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ചെയ്തു വരുമ്പോൾ, കാരണം ഇത്രയും വലിയ ക്വാണ്ടിറ്റിയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ലെവലല്ലേ ചെയ്യുന്നത്. അപ്പം ഇവർ പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണിത് ചെയ്യുന്നത് സ്ലോട്ടറിങ്. ഇതിന് വേറൊരു മാർഗ്ഗങ്ങളും, ഈ മൃഗത്തിനെ ബോധം കെടുത്താനുള്ള ഒരു മാർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നില്ല. അതാണ് പ്രോപ്പറായിട്ടുള്ള സ്ലോട്ടറിങ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ ആയിട്ടുള്ള രീതി അവിടെ നടക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്, മനസ്സിലായോ? അതായത് ഇവർ പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ആണിത് സ്ലോട്ടറിങ് എന്ന് പറയുന്നു ഈ നോൺ സ്റ്റണ്ട് രീതിയിൽ. കാരണം ഒരു തരത്തിലുള്ള ബോധം കെടുത്തലുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ചില മതപരമായിട്ടുള്ള ചില ആചാരങ്ങളുടെ ഭാഗം കൊണ്ട് ആണതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് മൃഗത്തിനെ സ്ലോട്ടർ ചെയ്യുന്നു, വേദന എടുക്കാനുള്ള സമയം പോലും അതിന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ടുള്ള ഹലാൽ സ്ലോട്ടറിങ് എന്ന് പറയുന്നു, യാഥാസ്ഥിക രീതിയിലുള്ള ഹലാൽ സ്ലോട്ടറിങ് എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും പഠനങ്ങൾ പറയുന്നത് ഇതിൽ മൃഗങ്ങൾ കൂടുതൽ വേദന എടുക്കാമെന്നാണ് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ലെവൽ ഇത് ചെയ്യുമ്പോൾ ഇവർ ഈ പറയുന്ന രീതിയിലൊന്നും പെട്ടെന്ന് ഈ കാര്യം നടത്താൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മാത്രമല്ല, അതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നോൺ സ്റ്റണ്ട് ഹലാലെന്ന് പറയുന്നുണ്ടെങ്കിലും, ഇതിനകത്ത് വേദന കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിലും, ഫലത്തിൽ ഇതങ്ങനെയല്ല സംഭവിക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനിമൽ വെൽഫെയർ ആയിട്ടുള്ള ആൾക്കാരുകളും കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരിത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അടുത്തൊരു രീതിയാണ് സ്റ്റണ്ടായിട്ടുള്ള ഹലാൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഇവരെന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു മയക്കൽ നടക്കുന്നുണ്ട് മൃഗത്തിനെ, ചെറുതായിട്ട് ഇതിനെ സെഡേറ്റ് ചെയ്യും. അതിപ്പോൾ എനിക്ക് പലതരത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കലായിട്ടുള്ള രീതികളുണ്ടാവാം, പിന്നെ മറ്റുള്ള പിനിട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല മാർഗ്ഗങ്ങളും ഉണ്ടാവാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇതൊരു പാതി മയക്കത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് ഫുൾ മയക്കത്തിൽ നിന്നോ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഈ മൃഗം, അങ്ങനെയാണ് പറയുന്നത്,
ഇവർ ഇൻ കേസ് ഈ മൃഗം കൊല്ലപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് വീണ്ടും ജീവിതത്തിലോട്ട് വരാൻ സാധ്യത ഉണ്ടാവുന്ന രീതിയിലുള്ള ആ, ഈ പറഞ്ഞ ബോധക്കെടുത്തലുകളാണ് ഈ സ്റ്റണ്ട് ആയിട്ടുള്ള ഹലാലിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മാനുഷികമായിട്ടുള്ള രീതിയിലുള്ള മൃഗത്തിൻ്റെ സ്ലോട്ടറിംഗ് ആണ് അതിനകത്ത് വരുന്നത്. കുറച്ചും കൂടി ഹ്യൂമൈൻ വേ എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആനിമൽ വെൽഫെയറും ബാക്കിയുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ചില മതവിഭാഗങ്ങൾ ഇതിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇതൊരു ക്ലാഷിന് വഴിയൊരുക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഒരു നേഷൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ മതത്തിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് മാച്ചായി പോകണമെന്ന് ഇല്ലല്ലോ. അപ്പോൾ ചില ക്ലാഷുകൾ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നാഷൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്ന രീതിയിലുള്ളൊരു പവർ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികൾക്കുണ്ടെന്നുള്ളത് സംശയമാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളും അല്ല. മാത്രമല്ല ഇപ്പോൾ ഉള്ള പല എം.പിമാരും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ലോബിയിങ്ങും വരുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം പൊളിറ്റിക്സ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് പോലെ തന്നെ ഡേ ബൈ ഡേ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ചലഞ്ചിങ്. അപ്പോൾ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു ഗവൺമെൻറ്റൊക്കെ വരുമ്പോൾ അവർ പിന്നെ ഈ എന്താ ചെയ്യുക? ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആൾക്കാരുള്ള ശ്രദ്ധ മാറാൻ വേണ്ടി മറ്റു പല കാരണങ്ങളും പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും പറയാണ്, തിരിച്ചു പോവുകയാണ്. നെറ്റ് മിഗ്രേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടുത്തെ വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ് ഇവിടെ ലീഗലായിട്ട് വന്ന എന്നെയും നിങ്ങളെയും പോലത്തെ മറ്റു പല ആൾക്കാരുകളെയും ദിവസം പ്രതി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാതെ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വൃത്തിക്കും മെനയ്ക്കും ഈ രാജ്യം മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള പോളിസികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇവിടെ വന്നിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള എല്ലാവരും ഇവിടെ പണിയെടുക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും നമ്മുടെ കുടുംബങ്ങളെ നോക്കാനും വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കക്കാനും ഓട്ടിക്കാനും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും എന്നല്ല വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, ബോട്ടൊക്കെ കയറി ഇഷ്ടം